ഹലോ ഗൈസ്, കൃഷിയ. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇനി ഈ ബോട്ടിൽ ഒരു 20 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഒരു ടെറർ മാറ്റാനാണ് പോകുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് ഭയങ്കര കുറവാണ്. സോ നമുക്ക് ഇതിൽ ചെയ്യുന്നതിലൊരു പരിമിതി ഉണ്ട്. പക്ഷേ ആ ഒരു പരിമിതി വെച്ച് നമുക്ക് ഇത് മാക്സിമം അടിപൊളിയാക്കി എടുക്കാൻ നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മളിത് റോക്ക് എടുത്തിട്ടുണ്ട്. ഈ റോക്കിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിലായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെ ബേസ് ലെവൽ ഫിനിഷ് ആയാലാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തേക്കുന്ന ആ റോക്കിന് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് റൂട്ട്സും മറ്റുള്ള സ്റ്റോൺസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓവറോൾ അത് കാണുമ്പോൾ ഉള്ളൊരു ലുക്ക് കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളത് കുറച്ചും കൂടി ഈസി ആക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഫ്ലെക്സ് ക്വിക്കും അതേപോലെ ടിഷ്യൂസും മറ്റുള്ള സ്റ്റോണൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വുഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബോട്ടിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതേ ബോട്ടിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് റൂട്ട്സൊക്കെ ആഡ് ചെയ്തപ്പോഴേക്കും കാണാനായിട്ടുള്ള ലുക്കൊക്കെ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. വേറെയും കുറച്ച് സ്റ്റോൺസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഓവറോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലായിരിക്കും നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കാണാനാണെങ്കിലും. ഓരോ റൂട്ട്സിൻ്റെ ഇതൊക്കെ പോകുമ്പോഴും കാണുമ്പോൾ നല്ലൊരു രസം തോന്നുന്നുണ്ട്. പിന്നെ നമ്മളൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിൽ നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവലാണ്. അത് ഈ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ബേസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലാണെങ്കിൽ മറ്റുള്ള സ്റ്റോൺസ് വെച്ച് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ടെററിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടിച്ചട്ടിൻ്റെ അടിയിൽ വെള്ളം കണ്ടെയ്നർ ചെയ്യാൻ നോക്കുന്ന ട്രെയില് അതാണ് കേട്ടോ. കാരണം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. ഈ ഒരു സ്റ്റോണിനൊക്കെ കുറച്ച് ഈർപ്പത്തിൻ്റെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്കിനി ബാക്കി ചെയ്യാം. ബേസിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബേബി മെറ്റലാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഗ്രാവൽ ആഡ് ചെയ്ത് കൊടുത്താലാണ് ഈ വെള്ളം അതിൽ പ്രോപ്പറായിട്ട് സ്റ്റോറായി നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ബേബി മെറ്റൽ നമ്മൾ ഈക്വലായിട്ട് എല്ലായിടത്തും ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ് ലെയർ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം എല്ലായിടത്തും ഈക്വലായിട്ടാണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നേരെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നമ്മുടെ സോയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ സപ്പറേഷൻ കൊടുത്തിട്ടില്ല. അതായത് ബേബി മെറ്റലും സോയിലും തമ്മിലുള്ളൊരു സപ്പറേഷൻ ഒരു ലെയർ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഇത് ഇത്ര ചെറിയൊരു സ്പേസാണ്. അപ്പോൾ അത് വർക്കാവാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ സോയിലാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഐഡിയ വെച്ചായിരിക്കണം ബാക്കി ചെയ്യേണ്ടത്. കാരണം അതെങ്ങനെ നമുക്ക് സ്കേപ്പ് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഡ്രിഫ്റ്റ് റൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ചെറിയ ബ്രാഞ്ചസും അങ്ങനെയുള്ളതൊക്കെയാണ്. പക്ഷേ അതെല്ലാം കൂടി വെച്ച് വന്നപ്പോഴേക്കും നല്ലൊരു രസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. കാരണം ഇതിൻ്റെ മൗത്തിന് വിട്ട് കുറവായത് കാരണം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ പിന്നെ ഞാൻ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം പ്ലാന്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് പ്ലാന്റ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് കുറച്ച് ഏരിയ ഫ്രീ ആയിട്ട് വേണം. ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ പുറത്തും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം കുത്തിക്കയറ്റി ക്രൗഡാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നത്. ചില ഫേൺസും ഗ്രാസും മോസൊക്കെയാണ് ഞാൻ ഈ ഒരു ടെററിയത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടെററിയത്തിൻ്റെ ഉള്ളിലത്തെ സ്കേപ്പിങ്ങും പ്ലാന്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ റിസൾട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരു സിമ്പിളും പക്ഷേ എന്നാൽ കാണുമ്പോൾ ഒരു അടിപൊളിയായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. വിസിബിലിറ്റി ഇപ്പോൾ ഓരോ ആംഗിൾ വരുമ്പോഴാണ്. ചില ആംഗിൾ വരുമ്പോൾ നന്നായിട്ട് കാണാം, ചില ആംഗിൾ വരുമ്പോൾ കുറച്ച് ബ്ലറി ആയിട്ടാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രസമുള്ള രീതിക്ക് തന്നെയാണ് ഉള്ളത്.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ സ്പ്രേ ചെയ്തെടുക്കുന്നത്. അത് വാട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഖത്ത് ഞാനൊരു കോർക്ക് വെച്ച് എയർ ടൈറ്റായിട്ട് അടക്കുവാണ്. ഇനി ഇതിപ്പോൾ അതൊന്നും നമ്മൾ തുറക്കില്ല. ഞാനപ്പോൾ ഈ ബേസ് ലെയറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റോണിൻ്റെ ഈർപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അധികമൊന്നും ചെയ്യും. ഇവിടെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മോസും ഫേൺസും പിന്നെ പോത്തോസ് വെറൈറ്റീസൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതാണപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇട്ടേക്കുന്ന ഡൗട്ട്. ഇതിൻ്റെ ഇപ്പോൾ ഏതൊരു ആംഗിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ടെററിയോട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടോ. ഈ ഒരു ആംഗിൾ ചെയ്യുന്നതിന് ഓരോ പരിമിതി ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത്. അത് കാരണം ഞാൻ ഈ ഒരു റിസൾട്ടിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിപ്പോൾ അത്യാവശ്യം എല്ലാ ആംഗിളും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു വെക്കണ്ട, അത് തന്നെ പിടിച്ചു വന്നോളൂ. ഈ പുറത്ത് ഇതിന് മാത്രം ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഈ ഒരു കൂട്ടിലൊക്കെ ഒന്ന് സെറ്റാകുന്ന വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി പിടിക്കും. കാരണം ഇത് ഈ വെള്ളമുണ്ട്. അപ്പോൾ ഈ സ്റ്റോൺ ഈ വെള്ളം അബ്സോർവ് ചെയ്യും. ആ ഒരു ഈർപ്പത്തിലായിരിക്കും ബാലൻസ് ഉള്ള ഈ മോസ് പോലെയുള്ളതൊക്കെ ഈ പിടിക്കുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഈ കുറച്ച് വെള്ളമൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടൻറ്റിനോട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കുക. സോ സീ യു നെക്സ്റ്റ് ടൈം.